ചേട്ടൻ ഈ വീട്ടിന്റെ ചേട്ടൻ ഈ സംഭവ സ്ഥലത്തുണ്ടായിരുന്നോ? ഇല്ല, ഞാൻ കുറച്ച് മാറിയായിരുന്നു, പുതിയ കാവിലായിരുന്നു. ഈ വീട്ടിൽ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ല, അമ്മ അപ്പുറത്തെ ചേച്ചിയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എക്സ്പ്ലോഷൻ ശബ്ദം കേട്ടത്. അപ്പോൾ പെട്ടെന്ന് ആകെ പാനിക്കായിട്ട് നോക്കുമ്പോൾ ഇവിടെ ഒന്നും കാണുന്നില്ല. മൊത്തത്തിൽ അന്തരീക്ഷമൊക്കെ ആ ഒരു ഇതിലായിപ്പോയി. ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ വലിയ അപകടമായല്ലേ? അപകടം ഉണ്ടായേനെ. അപ്പുറത്തെ അവള് വന്ന് വിളിച്ചതാ, ചേച്ചിനെ അപ്പുറത്തേക്ക് വിളിച്ചോണ്ട് പോയതാ. അപ്പൊ അവൾ അത് കാരണം സംസാരിച്ച് നിന്ന കാരണം ചേച്ചിക്കൊന്നും പറ്റിയില്ല. ഇല്ലെങ്കിൽ ഇവനും ഉണ്ടായിരുന്നില്ലേ അവിടെ. ഇവൻ പുതിയകാലം ഉത്സവമാണല്ലോ, വടക്കുറം താലപ്പൊലിയാന്ന് വെടുക്കെട്ടൊക്കെ ആണല്ലോ. അമ്മ മാത്രമേ ഉണ്ടായിരുന്നല്ലേ? അമ്മ അപ്പുറത്തേക്ക് ചേച്ചി അവള് വിളിച്ചു അവിടെ അപ്പുറത്തേക്ക്. അമ്മ അപ്പുറത്തെ നൈബറായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അതുകൊണ്ട് ഇവിടെ ഉണ്ടായില്ല, പുറത്തായിരുന്നു. അതുകൊണ്ട് എന്നോട് ഏറ്റവും ചേർന്നൊരു വീടായിരുന്നു. ആ ഫ്രണ്ടിൽ കാണുന്ന ഗേറ്റ് തെറിച്ചു പോയത്, ഇരുമ്പ് ഗേറ്റ്, ആ പ്രഷറിൽ ഗേറ്റ് തെറിച്ചു പോയത്. ഇത്രയധികം ഉഗ്ര സ്ഫോടനം, ഒരു ഇരുമ്പ് ഗേറ്റ് അതിന്റെ ശക്തിയിൽ, ആ സ്ഫോടനത്തിന്റെ ശക്തിയിൽ തെറിച്ചു പോയതാണ് നമ്മൾ കണ്ടത്. ഈ വീട്ടിൽ ഒരു അമ്മ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഭാഗ്യവശാൽ ആ അമ്മ അയലത്തേക്ക് പോയതുകൊണ്ടാണ് ആ അമ്മയ്ക്ക് ആളപായം സംഭവിക്കാതിരുന്നത്. ഭാഗ്യം കൊണ്ട് മാത്രം. ഈ വീടുകളുടെ എല്ലാം ജനൽച്ചിലകൾ തകർന്നിരിക്കുകയാണ്. സമീപത്തെ വീടുകളുടെ കെട്ടിടാവശിഷ്ടങ്ങൾ താഴേക്ക് വീഴാൻ സാധ്യതയുണ്ട്. ആളുകൾ ഇപ്പോഴും ഇവിടേക്ക് ഓടിയെത്തുകയാണ്. വലിയൊരു ദുരന്തം തന്നെ. അതിന്റെ ഞെട്ടലിൽ നിന്ന് ഈ പ്രദേശങ്ങൾ ഇപ്പോഴും മാറിയിട്ടില്ല. വലിയൊരു ദുരന്തം. ഫയർഫോഴ്സിന്റെ 7 or 8 യൂണിറ്റുകൾ ഓടിയെത്തിയത് കൊണ്ട് മാത്രമാണ് തീ നിയന്ത്രണ വിധേയമാക്കാനായത്. ഇല്ലായിരുന്നെങ്കിൽ വീണ്ടും തീ പടർന്ന് ദുരന്തത്തിന്റെ വ്യാപ്തി ഇനിയും കൂടിയേനെ. ഇപ്പോൾ നമ്മൾ കാണുന്നത് സമീപത്തെ കുറച്ച് ദൂരേക്ക് മാറിയുള്ളൊരു വീടാണ്. ഇവിടെ പോലും അതിന്റെ പ്രകമ്പനം എത്തിയെന്നുള്ളതാണ്. അതായത് ഈ വീടിനും അപ്പുറത്തായി, അതായത് ഈ വീടിന്റെ വലതുവശത്തായാണ് ഈ ഗോഡൌൺ ഉള്ളത്. ആ ഗോഡൌൺ കഴിഞ്ഞ് 2-3 വീടുകൾ കഴിഞ്ഞിട്ടാണ് ഈ വീടുള്ളത്. എന്നിട്ട് പോലും ഈ വീടിന്റെ കതക്, വാതിൽ തകർന്നത് നമ്മൾ കണ്ടു. ശക്തമായ ഒരു വാതിൽ, അത് തകർന്ന് ഇവിടേക്ക് വരണമെങ്കിൽ എത്രത്തോളം ശക്തിയിലാണ് ആ പ്രകമ്പനം ഉണ്ടായത്, ആ സ്ഫോടനത്തിന്റെ ശക്തി എത്രത്തോളമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ചേച്ചി വീട്ടിലുണ്ടായിരുന്നോ സംഭവം? കുഞ്ഞുമായിട്ട് അമ്മ കുഞ്ഞിനെ വട്ടം പിടിച്ചാലും അത് കൊച്ചിന് കുഴപ്പമില്ല. പിന്നെ ഞങ്ങൾക്കൊക്കെ ഈ ചില്ല് പൊട്ടിത്തെറിച്ചതിന് പാടുകളും പൊട്ടിക്കുകയുള്ള അതുണ്ട്. അങ്ങനത്തെ കുറച്ച് പൊട്ടലുകൾ. അത് കൊച്ചിനെ അമ്മ വട്ടം പിടിച്ചാലും ഇല്ല. കൊച്ചിനൊരു ഹാർട്ട് സർജറി ഒരു കുട്ടിയായിരുന്നു. അപ്പൊ അതിന് ചെക്ക് ചെയ്യാൻ കൊണ്ടുപോയി, കുഴപ്പമൊന്നുമില്ല എന്നാ പറഞ്ഞത്. പിന്നെ വീടൊക്കെ കണ്ടില്ലേ, കുഴപ്പമില്ല. ബേബി വേണ്ട വിടാ. വീണ്ടും എക്സ്പ്ലോഷൻ പോലെയായിരുന്നു. വീണ്ടും എല്ലാം പോയതുപോലെ. അപ്പൊ എല്ലാം തെറിച്ചപ്പോ അമ്മ വട്ടം കയറി പിടിച്ചു. അപ്പോ കൊച്ചിന് വലിയ പാടുകളൊന്നും വന്നിട്ടില്ല. ബാക്കി ഇതൊക്കെയാണ് സംഭവിച്ചേക്കുന്നത്. ഞങ്ങൾക്ക് ഇങ്ങനെ പൊട്ടലും ചീറ്റിലൊക്കെ പറ്റിയേക്കണം. പിന്നെ കൊച്ചിനൊന്ന് ENT കാണിക്കണം. പിന്നെ ഹാർട്ടിന്റെ ഡോക്ടറെ ഒന്ന് കാണിക്കണം. എന്തെങ്കിലും ഉണ്ടോ? അത് 6 മാസമായിട്ടുള്ള സർജറി കഴിഞ്ഞിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ വർക്ക് ഫ്രം ഹോം ആയിരുന്നു. അപ്പോ കമ്പ്യൂട്ടർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ പോയി. അതിന്റെ ചില്ല് കയറിയതാന്ന് തോന്നുന്നു, അറിയത്തില്ല. എല്ലാം അടച്ചു വെച്ചിട്ടുണ്ട് അവിടെ. വർക്ക് ഫ്രം ഹോം ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അറിയില്ലല്ലോ ഇങ്ങനത്തെ ഒരു എക്സ്പ്ലോഷൻ നടക്കുന്ന. വീടിന്റെ ചില്ലുകൾ പോയതാണ് പ്രശ്നമായത്. ബാക്കിയുള്ള ഞങ്ങളുടെ 6th വീടോ 7th വീടോ എന്തോ എനിക്കറിയില്ല. അപ്പൊ ആ വീടുകളുടെ കാര്യവസ്ഥയൊന്നും അറിയാതിരിക്കുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയായിരുന്നു ഇത്തരത്തിൽ ഇവിടെ സ്ഫോടക വസ്തുക്കൾ ശേഖരിച്ചു വെച്ചിട്ടുണ്ടെന്ന്? ഇല്ല. ഇവിടെ പുതിയാവ് ടെമ്പിളിൽ ഉത്സവം വരുമ്പോൾ മനപ്പറമ്പിലാണ് കുറച്ച് എക്സ്പ്ലോസീവ്സ് ഒക്കെ ഉണ്ടാക്കുക. ഹെവി ആയിട്ടൊന്നും ഉണ്ടാക്കാറില്ല. ഇതെന്തോ വേറെ വണ്ടി വന്നു എന്നോ എന്തോ പറയണം. അപ്പൊ ഇത്രയും ഹെവി ഉണ്ടായിട്ടുണ്ടാകും. സാധാരണ എല്ലാ വർഷവും പുതിയാവ് ടെമ്പിളിൽ ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഈ മനപ്പറമ്പിൽ തന്നെയാണ് ഉണ്ടാക്കാറുള്ളത്. അതായത് അതിന്റെ നടുക്കത്തിൽ നിന്ന് ഇപ്പോഴും മാറിയിട്ടില്ല. ഒരു കൊച്ചു കുഞ്ഞുമായി ഉണ്ടായിരുന്ന ഈ വീട്ടിലെ ഒരു സ്ത്രീയാണ് ഇപ്പോൾ നമ്മോട് സംസാരിച്ചത്. ഈ വീട്ടിനുള്ളിലായിരുന്നു. വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ട് ജോലി ചെയ്യുകയായിരുന്നു. ആ കമ്പ്യൂട്ടർ ഉൾപ്പെടെ നശിച്ചു, ചില്ല് കയറി നശിച്ചു എന്നാണ് പറയുന്നത്. അത്തരത്തിൽ വലിയൊരു ദുരന്തം. ആ കുഞ്ഞിന് ആരോഗ്യ പ്രശ്നങ്ങളുള്ള കുഞ്ഞാണ്. നമ്മോട് സംസാരിച്ച ആ സ്ത്രീയുടെ നെറ്റിയും ചോര പൊട്ടിയിട്ടുണ്ട്. അതായത് ആ ഗോഡൌണിന്റെ 7 or 8 വീടുകൾക്ക് ശേഷമുള്ള ഒരു വീടാണ്. അവിടെ പോലും അതിന്റെ പ്രകമ്പനം എത്തി എന്നുള്ളതാണ്. ആ വീടിന് ശേഷമുള്ള ഒരു കെട്ടിടമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഒരു കടയാണ്. ആ കടയുടെ ജനൽ ചില്ലുകൾ തകർന്നിരിക്കുന്നത് നമുക്ക് കാണാം. ഇത് അതിന്റെ ഏറ്റവും വലിയ വ്യാപ്തി എത്രത്തോളമാണ് നമ്മൾ പറയണം. ആ വീടിന്റെ അവിടേക്ക് നോക്കാം. അത് വലിയ ഒരു കെട്ടിടമാണ്. അതും ഇങ്ങ് മാറി, മീറ്ററുകൾ മാറി, 100 കണക്കിന് മീറ്ററുകൾ മാറിയിട്ടുള്ള ഒരു സ്ഥലത്തെ ജനൽ ചില്ലുകൾ തകർന്നിരിക്കുകയാണ്. വലിയൊരു ദുരന്തം തന്നെയാണ് സംഭവിച്ചത്. വലിയൊരു അപകടം തന്നെയാണ് സംഭവിച്ചത്. പ്രായമായ ആളുകളൊക്കെ വീട്ടിൽ ഒറ്റയ്ക്കൊക്കെ ഇരിക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ ഒരു അപകടമുണ്ടായത്.
വലിയൊരു അപകടം. ഇപ്പോഴും ആളുകൾക്കൊക്കെ പരിക്കുണ്ടോ എന്നൊക്കെ ആരോഗ്യ പ്രവർത്തകരും ഒക്കെ പരിശോധിക്കുകയാണ്. പ്രായമായ ആളുകളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ചേട്ടാ, ഈ സ്ഫോടനം ഉണ്ടാകുന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നോ? ചേട്ടാ, ഈ വീട് ആർക്കും പരിക്കൊന്നുമില്ലല്ലോ? ഒരു വീടിന്റെ കണ്ടില്ലേ, പന്തലൊക്കെ അഴിച്ചിട്ടും കൂടി ഇല്ല. ഇന്നലെ പരവാസ്തോലി കഴിഞ്ഞല്ലോ, നമ്മളൊട്ടും പ്രതീക്ഷിക്കും. കണ്ടില്ല, ഇവിടെ മൊത്തം ഇതായി കിടക്കണം. എന്ത് ചെയ്യും? നമ്മളെന്ത് കഷ്ടപ്പെട്ട് ലോണൊക്കെ എടുത്തു വെച്ച വീടാ. ഇനി ഇത് കയറി താമസിക്കണമെങ്കിൽ എന്ത് അവസ്ഥയിലെത്തും ഇന്നലെ കഴിഞ്ഞ തന്നെ മനസ്സിലാവില്ലേ? ഇതേ അഴിച്ചിട്ടില്ല. ഇന്നലെയായിരുന്നു നമ്മുടെ ഫംഗ്ഷൻ. അപ്പം ഇങ്ങനെ സംഭവിക്കും നമ്മൾ വിചാരിക്കുന്നില്ലല്ലോ. ഇപ്പൊ നിങ്ങക്ക് കാണുമ്പോ തന്നെ മനസ്സിലാവില്ല, ഇവിടെ കംപ്ലീറ്റ് ഇതായി കിടക്കുക. ഇന്നലെ ആയിരുന്നെങ്കിൽ ഇത് കുറച്ചും കൂടെ ഭീകരമായിരുന്നു. കാരണം നമുക്ക് ഫംഗ്ഷൻ, ഇവിടെ ആൾക്കാര്, പിള്ളേര് ഒക്കെ ഉണ്ട്. ഇവിടെ പലരുടെ വീടുകളിൽ അകത്തിരുന്നവരുടെയൊക്കെ മേത്ത് ഓരോന്നും പൊട്ടിത്തെറിച്ച് വീഴും. അപ്പൊ ഇന്നലെ ഇവിടെ ആയിരുന്നെങ്കിൽ ഒന്ന് ഓർത്ത് നോക്കിയേ, എന്ത് വലിയ അപകടമാകുമായിരുന്നു. ഇപ്പൊ നമുക്ക് നഷ്ടമായി. ഇപ്പൊ നമ്മൾ ഇവിടെ കയറി താമസിക്കണമെങ്കിൽ എന്തോരം ഇതിനി വീണ്ടും ചെലവിടണം. ഇപ്പൊ തന്നെ കട, അതിന്റെ പുറത്ത് ഇനിയും വീണ്ടും ഒരുപാട് പൈസ ചെലവിട്ടാലേ നമുക്ക് ഇതിന്റെ അകത്ത് കയറി താമസിക്കാൻ പറ്റുള്ളൂ. എന്താ അവസ്ഥ? ഏറെ ദുഃഖകരമായൊരു അവസ്ഥയാണ് ഇവിടെ ഈ വീടിന്റെ ഉടമസ്ഥ നമ്മോട് പങ്കുവച്ചത്. ഈ വീടിന്റെ പ്രവേശന കർമ്മം ഇന്നലെ കഴിഞ്ഞതേ ഉള്ളൂ. അതിന്റെ പരിപാടികളുടെ പന്തല് പോലും അഴിച്ചിട്ടില്ല. നമുക്ക് കാണാം, ആ ഒരു ഘട്ടത്തിലാണ് ഇവിടെ സ്ഫോടനം ഉണ്ടാകുന്നത്. ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം നമ്മൾ എടുത്തു പറയേണ്ടത്, ആ സ്ഫോടനം നടന്ന ഗോഡൌണിൽ നിന്ന്, ആ വാഹനം കടന്നിരുന്ന സ്ഥലത്ത് നിന്ന് 100 കണക്കിന് മീറ്ററുകൾ മാറിയാണ് ഈ വീട്. ആ വീടിലെ ഉടമസ്ഥയാണ് ഇപ്പോൾ നമ്മോട് ഏറെ ദുഃഖകരമായ അവരുടെ അനുഭവം പങ്കുവച്ചത്. ഈ വീടിന്റെ ലോൺ എടുത്തു വെച്ച വീടാണ്. ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിട്ട ഒരു അവസ്ഥയിലാണ് അവർ ഇപ്പോൾ. ആ വീട്ടിൽ ഒരു ദിവസം പോലും താമസിക്കാൻ കഴിഞ്ഞില്ല. പ്രവേശന കർമ്മം ഇന്നലെ കഴിഞ്ഞു, ഇന്ന് സ്ഫോടനം ഉണ്ടാകുന്നു. അത്തരത്തിൽ വലിയൊരു ദുരിതം തന്നെയാണ്. ഏറെ ദുഃഖകരമായ ഒരു അവസ്ഥയിലാണ് ഇവിടുത്തെ നാട്ടുകാരൊക്കെ തന്നെ. ഒരു ഉത്സവാന്തരീക്ഷത്തിൽ ആയിരുന്നു ഈ പ്രദേശം. അപ്പോഴാണ് അപ്രതീക്ഷിതമായി ഇത്തരത്തിലൊരു ദുരന്തമുണ്ടാകുന്നത്. എല്ലാവരും അതിന്റെ നടുക്കത്തിലാണ്. ആ ഞെട്ടലിൽ നിന്ന് ആരും വിട്ടുമാറിയിട്ടില്ല. ആളുകളൊക്കെ ഇവിടേക്ക് ഓടിയെത്തുകയാണ്. ഏറെ തിരക്കുള്ളൊരു സമയമായിരുന്നു. റോഡുകളിലായാലും അല്ലാതെ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾക്ക്, അതായത് ഉച്ച കഴിഞ്ഞ് ക്ഷേത്രത്തിലെ ഉത്സവം, അതിന്റെ കെട്ടുകാഴ്ചകൾ, അതിനൊക്കെയായി ഒരുപാട് പേരെത്തുന്നു. അത്തരത്തിൽ വലിയൊരു ഉത്സവാന്തരീക്ഷത്തിൽ ഈ ഗ്രാമം, ഈ പ്രദേശം ഉണ്ടായിരിക്കുമ്പോഴാണ്, അതിൽ മുഴുകിയിരിക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായ ഒരു ദുരന്തം ഉണ്ടാകുന്നത്, ആളഭയം ഉണ്ടാകുന്നത്, ആളുകൾ മരണപ്പെടുന്നത്. അത് ഏറെ ദുഃഖകരമായ ഒരു കാര്യമാണ്. വലിയ ഒരു ദുരന്തം തന്നെ ഉണ്ടാവുന്നു. അപ്പുറത്തുള്ള റോഡിൽ വരെ കെട്ടിടങ്ങൾ മോളിൽ നിന്ന് താഴെ പോയിട്ടുണ്ട്. ഇതിന്റെ അപ്പുറത്തുനിന്ന് അപ്പുറത്തുള്ള റോഡ്, അവിടെയൊക്കെ എന്റെയൊക്കെ വീടിന്റെ കംപ്ലീറ്റ് ഓട് താഴെ പോയിട്ടുണ്ട്. എത്ര ദൂരത്തോളം ഇതിന്റെ? ഒരു ഏകദേശം 1 കിലോമീറ്ററോളം ദൂരെ കേട്ടിട്ടുണ്ടാവും. അതിന്റെ വൈബ്രേഷൻ പോയിട്ടുണ്ടാവും. ചേട്ടന്റെ വീട് 1 കിലോമീറ്റർ അപ്പുറത്താണ്. റോഡിന്റെ അപ്പുറത്തെ റോഡ് ഏകദേശം ഒരു 250 മീറ്റർ ദൂരെ അവിടെ വരെ എത്തി. കംപ്ലീറ്റ് ഓട് താഴെ പോയിട്ടുണ്ട്. നിങ്ങളൊക്കെ വീട്ടിലുണ്ടായിരുന്നോ സമയത്ത്? ആ സമയത്ത് ഞാൻ വീട്ടിലുണ്ടായിരുന്നു. ഞാൻ വീട്ടിൽ. ശരി. വലിയൊരു ദുരന്തം. ഈ പ്രദേശത്തെ ഓരോ കോണുകളിലേക്കും അതിന്റെ ദുരന്തത്തിന്റെ അവശേഷിപ്പുകളുണ്ട്. വീടിന്റെ മേൽക്കൂരകൾ തകർന്നിരിക്കുന്നു, ജനൽ ചില്ലകൾ പൊട്ടി താഴെ വീണിരിക്കുന്നു, കെട്ടിടാവശിഷ്ടങ്ങൾ ഇപ്പോഴും താഴേക്ക് വീഴാൻ സാഹചര്യമുണ്ട്. അത്തരത്തിൽ ഏറെ പേടിപ്പെടുത്തുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് കടക്കുകയാണ്. ഉത്സവാന്തരീക്ഷത്തിൽ ഉണ്ടായിരുന്ന ഒരു പ്രദേശമാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു ഏറെ ദുഃഖകരമായ ഒരു സ്ഥിതിയിലേക്ക് ഒതുങ്ങിപ്പോയിരിക്കുന്നത്. ഈ വീടിന്റെ ദൃശ്യം നമുക്ക് കാണാം. ഈ ഗോഡൌണിന്റെ വലതുവശത്തായിട്ടുള്ള ഒരു വീടാണ്. അവിടെ ആൾതാമസമുണ്ടായിരുന്ന വീടാണ്. ആ വീട്ടിലാണ് ഇത്തരത്തിൽ അപകടമുണ്ടായി അതിന്റെ മേൽക്കൂര തകർന്ന് അത് താഴേക്ക് പതിച്ചിരിക്കുന്നത്. അതിന്റെ നടുക്കത്തിൽ നിന്ന് ഇവിടുത്തെ പ്രദേശവാസികൾ ഇപ്പോഴും മാറിയിട്ടില്ല. അത് ഉൾക്കൊള്ളാൻ അവരെ കൊണ്ടായിട്ടില്ല. അത്രത്തോളം നമ്മളിപ്പോൾ ഒരു പ്രദേശവാസിയുടെ ഒരു അവസ്ഥ നമ്മൾ കണ്ടതാണ്. പുതുതായി പണി കഴിപ്പിച്ച വീടിന്റെ പ്രവേശന കർമ്മം ഇന്നലെയായിരുന്നു. അപ്പോഴാണ് ഈ ദുരന്തമുണ്ടാകുന്നത്. ചേട്ടൻ ഈ പ്രദേശവാസിയാണോ? ഞാൻ കുറച്ച് അപ്പുറത്തുള്ളതാണ്. ഓടിയെത്തിയതാണ്? ഓടിയെത്തിയ വീട്ടിൽ ഒരു 500 അര കിലോമീറ്ററോളം ഉണ്ട്. അവിടെ ഒരു വന്നു. അവിടെ സൗണ്ട് കേട്ടപ്പോൾ മോൻ പറഞ്ഞു എന്തോ ഷീറ്റിൽ എന്തോ വീണ് കണ്ടു അച്ഛന്ന് പറഞ്ഞു. അതൊന്ന് നോക്കിയപ്പോൾ അപ്പൊ തന്നെ മൊബൈലിൽ ഇത് വന്നപ്പോൾ TV-യിൽ കാണിക്കണ കണ്ടു. അപ്പൊ പിന്നെ എന്താണെന്ന് വിവരം അറിയാനായിട്ട് വന്നു. ആളുകളൊക്കെ ഇവിടേക്ക് ഓടിയെത്തുകയാണ്. വലിയൊരു
ദുരന്തം. ഇനി ഈ സ്ഫോടനം നടന്ന ഭാഗത്തിന്റെ ആ ഗോഡൌണിന്റെ വലതുഭാഗത്തുള്ള മറ്റൊരു വീടാണിത്. ഇവിടെയും ജനൽച്ചില്ലകൾ പൊട്ടി ഈ വീടിന്റെ ഹാളിലും മറ്റു മുറികളിലുമൊക്കെ പതിച്ചിരിക്കുകയാണ്. ഷോക്കേസിന്റെ ഗ്ലാസ് പാളി തകർന്ന് താഴേക്ക് വീണിരിക്കുന്നു. വലിയൊരു ദുരന്തം. ഈ കോണിപ്പടികളിലൊക്കെ ഗ്ലാസ് ചില്ലകൾ കിടക്കകളിൽ ജനലിനോട് ചേർന്ന് ശുചിമുറിയിൽ പോലും അടുക്കളകളിൽ പോലും അത്രത്തോളം വലിയൊരു ദുരന്തം തന്നെ ഉണ്ടായിരിക്കുകയാണ്. ഇവിടെയൊക്കെ ഉണ്ടായിരുന്ന ആളുകൾക്കൊക്കെ പരിക്ക് പറ്റിയിട്ടുണ്ട്. അവരൊക്കെ ചികിത്സ തേടിയിരിക്കുകയാണ്. അവരുടെ ബന്ധുക്കളൊക്കെ ഏറെ ദുഃഖകരമായ ഒരു അന്തരീക്ഷത്തിലാണ്. ഈ ഗോഡൌണിനോട് ചേർന്ന ഒരു വീടാണ്. ആ വീടിന്റെ ഒരു ഭാഗമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈ ജനൽ ചില്ലകളിലൂടെ ആ ഗോഡൌണും ആ കത്തി എരിഞ്ഞ വാഹനവും നമുക്ക് കാണാം. ശക്തമായ തടി വാതിലാണ് ഇവിടെ തകർന്ന് അത് വീണിരിക്കുന്നത് കിടക്കയിലേക്കാണ്. ഇവിടെ ഒരാളുണ്ടായിരുന്നെങ്കിൽ അത് ഉറപ്പായും അവരുടെ ശരീരത്തിലേക്ക് പതിക്കുമായിരുന്നു. അവരുടെ ഏറെ വലിയ നാശനഷ്ടം ഈ വീടുകൾക്ക്, ഈ സമീപത്തുണ്ടായിരുന്ന വീടുകൾക്കൊക്കെ വലിയ നാശനഷ്ടം തന്നെയാണ്. ഗ്ലാസ് പാളികളാണ് ഈ ഓരോ വീടിന്റെയും നിലത്ത് ഗ്ലാസ് പാളികളാണ് കാണുന്നത്. ശുചിമുറി നമുക്ക് കാണാം. ശുചിമുറിയുടെ വാതിൽ പൂർണ്ണമായും തകർന്ന് അത് ഇവിടേക്ക് മാറിയിരിക്കണം. അതിനകത്തേക്ക് കടക്കാൻ പോലും പറ്റാത്ത രീതിയിൽ അതിനുള്ളിലും കാണാം നാശനഷ്ടങ്ങൾ. സാധനങ്ങളൊക്കെ തെറിച്ചു വീണിരിക്കുന്നു. ചേച്ചി ഈ വീട്ടിലെ ഞാന് ഈ വീട്ടിലുള്ളതാണ്. ഒരു മിനിറ്റ്, ഈ റവന്യൂ വന്നവർക്കേ ഒരു ഡീറ്റെയിൽസ് കൊടുത്തിട്ട് സാർ കണക്ക് എടുക്കുകയാണോ? കണക്കെടുത്തോണ്ടിരിക്കും. ഇപ്പൊ ഏകദേശം എത്ര വീടുകളിൽ കഴിഞ്ഞിട്ടുണ്ട് സാർ? ഇപ്പൊ ഞാൻ 4ാമത്തെ വീട്ടിൽ കയറുന്നേ ഉള്ളൂ. എത്രത്തോളം ഉണ്ട് ഈ ദുരന്തത്തിന്റെ വ്യാപ്തി? വളരെ കൂടുതലായിട്ടാണ് കുറഞ്ഞത്. റവന്യൂ വകുപ്പിന്റെ റവന്യൂ വകുപ്പിന്റെ ഉദ്യോഗസ്ഥരെത്തി കണക്കെടുപ്പ് നടത്തുകയാണ്. നാശനഷ്ടങ്ങളുടെ, വീടുകളുടെ നാശനഷ്ടങ്ങളുടെ കണക്കെടുപ്പുകൾ, അതിന്റെ രേഖകൾ കാണിച്ചു കൊടുക്കുകയാണ്. വീട്ടുകാർ റേഷൻ കാർഡ് ഉൾപ്പെടെ രേഖകൾ കാണിച്ച് അവരുടെ വീടുകളിലുണ്ടായ ദുരന്തം എത്രത്തോളമാണെന്ന് കാട്ടിക്കൊടുക്കുകയാണ്. നമുക്കിപ്പോൾ കാണാം. അവർ നിൽക്കുന്നത് പോലും നിലത്ത് ചവിട്ടി നിൽക്കുന്നത് ഈ വലിയ ഗ്ലാസ് പാളികളുടെ അടുക്കിലാണ്.